വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അവൻ ഗലീലി കടൽ തീരത്തുകൂടെ കടന്നു പോകുമ്പോൾ ശിമയോനെയും അവൻ്റെ സഹോദരൻ അന്ത്രയോസിനെയും കണ്ടു. മീൻപിടുത്തക്കാരായ അവർ കടലിൽ വലയെറിയുകയായിരുന്നു. യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഉടനെ വലയുപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. കുറച്ചു ദൂരം കൂടി പോയപ്പോൾ സെബദിയുടെ പുത്രനായ യാക്കോബിനെയും അവൻ്റെ സഹോദരൻ യോഹന്നാനെയും കണ്ടു. അവർ വഞ്ചിയിലിരുന്ന് വലയുടെ കേട് പോക്കുകയായിരുന്നു. ഉടനെ അവൻ അവരെയും വിളിച്ചു. അവർ പിതാവായ സെബദിയെ സേവകരോടൊപ്പം വള്ളത്തിൽ വിട്ട് അവനെ അനുഗമിച്ചു. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്കും സ്തുതി. തിരുവെഴുത്തുകളുടെ പ്രതിഫലനങ്ങൾ. ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ഞായറാഴ്ച വിശുദ്ധ തിരുവെഴുത്തുകളുടെ വാക്കുകൾ ശ്രവിച്ചപ്പോൾ ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതം വിശ്വാസത്തോടെ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന കർത്താവിൽ നിന്നുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമുക്കെല്ലാവർക്കും സമർപ്പിക്കപ്പെട്ടു. ക്രിസ്ത്യൻ സദ്ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും ദുഷ്ടന്മാരുടെ വേലിയേറ്റത്തിനും അനന്തമായ ആക്രമണത്തിനും നമ്മുടെ ജീവിതത്തിലുടനീളം നാം അഭിമുഖീകരിച്ചേക്കാവുന്ന നിരവധി പ്രലോഭനങ്ങൾക്കും വെല്ലുവിളികൾക്കും എതിരെ നാം സദാ സജ്ജരും ജാഗ്രതയും ശക്തരും പ്രതിരോധശേഷിയുമുള്ളവരുമായിരിക്കും. തിന്മയുടെയും ജഡത്തിൻ്റെ പ്രലോഭനങ്ങളുടെയും ലൗകിക മഹത്വത്തിൻ്റെയും അഭിലാഷങ്ങളുടെയും കെണികൾ നമ്മെ നമ്മുടെ തകർച്ചയിലേക്കും നാശത്തിലേക്കും വഴിതെറ്റിക്കാതിരിക്കാൻ നാം എപ്പോഴും ജാഗ്രത പാലിക്കണം. എല്ലായ്പ്പോഴും അവനോടുള്ള വിശ്വാസത്തോടും സമർപ്പണത്തോടും കൂടി നമ്മുടെ ജീവിതം പൂർണ്ണമായി ജീവിക്കാൻ പ്രയത്നിക്കൊണ്ട് അവനെ അനുഗമിക്കാനുള്ള ദൈവത്തിൻ്റെ ആഹ്വാനത്തിന് ചെവി കൊടുത്തുകൊണ്ട് അവയെല്ലാം എതിർക്കുകയും വിശ്വാസത്തിൽ ശക്തമായി നിലകൊള്ളുകയും വേണം. ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് സമയം സമീപിച്ചിരിക്കുന്നുവെന്നും ദൈവരാജ്യം എങ്ങനെ വരാൻ പോകുന്നുവെന്നും അവരോട് പറയുന്ന വിവരണത്തിൽ നിന്ന് നാം കേട്ടു. നാം ഇപ്പോൾ ചർച്ച ചെയ്ത അതേ ഓർമ്മപ്പെടുത്തലുകളുടെ ഒരു പ്രതിധ്വനിയാണ് ഇത്. ദൈവം യഥാർത്ഥത്തിൽ ഉദാരനും ദയയും അനുകമ്പയും നിറഞ്ഞവനുമാണെങ്കിലും എല്ലാവരോടും ക്ഷമിക്കാനും അവൻ്റെ സ്നേഹനിർഭരമായ ആലിംഗനത്തിലേക്ക് നമ്മെ തിരികെ സ്വാഗതം ചെയ്യാനും ഉള്ള ആഗ്രഹം നിറഞ്ഞവനാണെന്ന് നാം എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മുടെ ജീവിത രീതിയും പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും അകന്നു പോകും. അപ്പോൾ നാം വിധിക്കപ്പെടും. കർത്താവിനെതിരായ പാപത്തിൻ്റെയും അനുസരണക്കേടിൻ്റെയും ഫലമായി നാം ചെയ്ത എല്ലാറ്റിൻ്റെയും അനന്തരഫലങ്ങൾ നാം അഭിമുഖീകരിക്കേണ്ടി വരും. തുടർന്ന് ശിഷ്യന്മാർ ചെയ്തതുപോലെ നാമും ദൈവത്തിൻ്റെ വിളിക്ക് ഉത്തരം നൽകുകയും അവനെ അനുഗമിക്കുകയും വേണം. നാം എല്ലാവരും പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അനുഗമിക്കുകയും അവൻ നമ്മെ പഠിപ്പിച്ചതും ചെയ്യാൻ കാണിച്ചു തന്നതും ചെയ്യേണ്ടതുണ്ട്. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നാം എല്ലാവരും നമ്മുടെ അറിവും ധാരണയും വിലമതിപ്പും നിമജ്ഞവും ആഴത്തിലാക്കേണ്ടതിൻ്റെ ആവശ്യകത. കാരണം നമ്മുടെ ഇപ്പോഴത്തെ പരമോന്നത പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാപിച്ച ദൈവവചനത്തിൻ്റെ ഞായറാഴ്ചയും ഈ ഞായറാഴ്ച നമ്മൾ ആഘോഷിക്കുന്നു. ദൈവവചനം തിരുവെഴുത്തുകളിൽ കാണപ്പെടുന്നു. കത്തോലിക്കർക്ക് തിരുവെഴുത്തുകളിൽ നല്ല ഗ്രാഹ്യമോ അറിവോ ഇല്ലെന്നും അതിനാൽ തിരുവെഴുത്തുകളുടെ അർത്ഥം അറിയാമെന്ന് അവകാശപ്പെടുന്നവരും വളച്ചൊടിച്ചവരും മാറ്റിമറിക്കുന്നവരും നമ്മെ വഴിതെറ്റിക്കുന്നത് എളുപ്പമാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. ദൈവവചനത്തിൻ്റെ അർത്ഥം അവരുടെ സ്വന്തം ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും അവരുടെ ദുഷ്ടവും അവിശുദ്ധവുമായ ഉദ്ദേശങ്ങൾ
ദൈവത്തിൻ്റെ നീതിയും വിശുദ്ധവുമായ പാതയിൽ നിന്ന് നമ്മെ അകറ്റുന്നു. അതുകൊണ്ടാണ് നാം എല്ലാവരും തിരുവെഴുത്തുകളിലെ ദൈവവചനങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അറിവും ഗ്രാഹ്യവും ആഴത്തിലാക്കേണ്ടതാണ്. പിന്നെ എങ്ങനെയാണ് നാം കർത്താവിനെ അവൻ്റെ വചനത്തിലൂടെ നന്നായി അറിയുന്നത്? നമുക്ക് ചെയ്യാൻ കഴിയുന്ന നിരവധി കാര്യങ്ങളുണ്ട്. എന്നാൽ ഒന്നാമതായി നമ്മുടെ പക്കൽ ഉണ്ടായിരിക്കണം വിശുദ്ധ തിരുവെഴുത്തുകൾ. എല്ലാ ദൈവവചനങ്ങളും അവൻ പ്രചോദിപ്പിച്ചവർ സമാഹരിച്ചതും എഴുതിയതുമായ അവൻ്റെ വെളിപാടുകളും അവയും സഭയും. വിശുദ്ധ ബൈബിളിൽ അടങ്ങിയിരിക്കുന്നത് പോലെ യഥാർത്ഥവും സത്യവും പ്രയോജനകരവും യഥാർത്ഥമായ ദൈവവചനമാണെന്ന് പിതാക്കന്മാർ ആധികാരികമായി നിശ്ചയിച്ചിരിക്കുന്നു. തുടർന്ന് സഭയിലൂടെ ശരിയായ മാർഗനിർദ്ദേശത്തോടെ ദൈവവചനം പരിശോധിക്കാനും പര്യവേഷണം ചെയ്യാനും, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും വിലമതിക്കാനും നമ്മളെ സഹായിക്കുന്ന വിശ്വസനീയവും നല്ലതുമായ ഉറവിടങ്ങളിൽ നിന്ന് ഇപ്പോൾ എളുപ്പത്തിലും ലഭ്യമായ നല്ല റെഫറൻസുകൾ കണ്ടെത്താനും ഞങ്ങൾ ഗുണനിലവാരമുള്ള സമയം ചെലവഴിക്കണം. തിരുവെഴുത്തുകളും ദൈവവചനങ്ങളും വളരെ മികച്ചതാണ്. എന്നിരുന്നാലും കർത്താവിലും അവൻ്റെ വചനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നല്ല സമയം ചെലവഴിക്കുന്നില്ലെങ്കിൽ അവൻ്റെ വചനത്തിന് നമ്മിൽ നല്ലതും ഉറച്ചതുമായ വേരുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലും കുടുംബങ്ങളിലും സുഹൃത്ത് വലയങ്ങളിലും കർത്താവിനെയും അവൻ്റെ വചനത്തെയും എല്ലായ്പ്പോഴും പ്രഥമവും പ്രധാനവുമായ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാം. നമ്മുടെ ജീവിതം എല്ലായ്പ്പോഴും എല്ലാ സാഹചര്യങ്ങളിലും എവിടെയും യോഗ്യമായി ജീവിക്കാൻ നാം എല്ലാവരും പ്രതിജ്ഞാബദ്ധരായിരിക്കട്ടെ. അങ്ങനെ നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നമ്മുടെ ജീവിതത്തിന് സാക്ഷ്യം വഹിക്കുന്ന എല്ലാവർക്കും ദൈവം നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് അറിയുകയും അവൻ്റെ വചനം നൽകുകയും ചെയ്യാം. കൂടുതൽ കൂടുതൽ ആളുകൾക്ക് അറിയപ്പെടുക. അങ്ങനെ കൂടുതൽ ദൈവകൃപയിലേക്കും രക്ഷയിലേക്കും എത്തിച്ചേരും. കർത്താവ് എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. അവൻ നമ്മെ എല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം പരസ്പരം മഹത്തായ മാതൃകകളും പ്രചോദനങ്ങളും ആകട്ടെ. നമ്മുടെ എല്ലാ ജീവിതത്തിലും നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി.